വികസനത്തിന്റെ 8 സംവത്സരങ്ങൾ. സേവനം, സദ്ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം. സമ്പദ് വ്യവസ്ഥയും പരിഷ്കാരങ്ങളും. പ്രത്യേക പരിപാടി. जन जन ने निर्णय लेकर भारत की सूरत बदली है. कदम कदम पे जनता मोदी जी के साथ चली है. 8 साल में हमने असंभव को संभव कर डाला है. जब में उगे सूरज का देखो पश्चिम में भी उजाला है. रात गई अब दिन आएगा भी तो ये बस भोर है. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ കഴിഞ്ഞ 8 വർഷങ്ങളിലുണ്ടായ മെച്ചപ്പെടലും വികസനവും ഭാരതം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് നമുക്കിന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നു. കഴിഞ്ഞ 2 വർഷം ലോകത്തിന് മുഴുവൻ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ IMF പറയുന്നതനുസരിച്ച് ഭാരതത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയുടെ നിരക്ക് 2022 8.5% കണക്കാക്കപ്പെടുന്നു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം ഏതാണ്ട് $600 ബില്യൺ എത്തിയിരിക്കുന്നു. കയറ്റുമതിയും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിലയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ സമ്മേളനത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പറഞ്ഞു, ഭാരതത്തിന്റെ ആഴത്തിലുള്ള സാമ്പത്തിക മെച്ചപ്പെടലിനോടുള്ള പ്രതിബദ്ധത കാരണം ഇന്ന് ഭാരതം വിദേശികൾക്ക് ഏറ്റവും ആകർഷകമായ സ്ഥലമായി മാറിയിരിക്കുന്നു. डीप इकोनॉमिक रिफॉर्म्स को लेकर भारत का कमिटमेंट एक और बड़ा कारण है जो आज भारत को इन्वेस्टमेंट के लिए सबसे अट्रैक्टिव डेस्टिनेशन बना रहा है. कोरोना काल में जब दुनिया क्वांटिटेटिव ईजिंग प्रोग्राम जैसे इंटरवेंशन पर फोकस कर रही थी, तब भारत ने रिफॉर्म का रास्ता सशक्त किया. डिजिटल और फिजिकल इंफ्रास्ट्रक्चर को आधुनिक बनाने के सबसे बड़े प्रोजेक्ट्स को कोरोना काल में ही अभूतपूर्व गति दी गई. 2014 അധികാരത്തിൽ വന്നതോടെ ഗവൺമെന്റ് ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള വൻ പ്രചാരണം തുടങ്ങി. അതിലൂടെ 44,33 ലക്ഷത്തിലധികം ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവരെ തുറന്നിട്ടുണ്ട്. ധനമന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഡിസംബർ വരെ 1,50,000 കോടിയിലധികം രൂപ ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടു എന്നത് തന്നെ വലിയ നേട്ടമാണ്. അടുത്ത ഘട്ടമെന്ന നിലയിൽ ഗവൺമെൻറ് ജൻധൻ അക്കൗണ്ടുകളെ ആധാർ നമ്പറുകളുമായും മൊബൈലുകളുമായും ബന്ധിപ്പിച്ചു. ഇത് അഴിമതി കുറയ്ക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആനുകൂല്യങ്ങളും സബ്സിഡിയും നേരിട്ട് പ്രാപ്തമാക്കുന്നതിലും വിപ്ലവം സൃഷ്ടിച്ചു. ഈ വർഷം ജൻധൻ അക്കൗണ്ടിൻ്റെയും ആധാറിൻ്റെയും മൊബൈലിൻ്റെയും സംയോജനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ മാറ്റിമറിച്ചെന്ന് വിശദീകരിച്ച രാജ്യത്തിൻ്റെ മുൻ ധനകാര്യ സെക്രട്ടറിയും ഇന്ത്യയുടെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അജയ് ഭൂഷൺ പാണ്ഡെയോട് ഓൾ ഇന്ത്യ റേഡിയോ സംസാരിച്ചു. GST നടപ്പാക്കൽ ഒരു രാജ്യം ഒരു ശക്തി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിനുള്ള ഒരു നാഴികക്കല്ലായി തെളിയിക്കുകയും ചെയ്ത സങ്കീർണമായ ഒരു ദൗത്യമായിരുന്നു. GST കളക്ഷനിലെ വൻ കുതിച്ചുചാട്ടം സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രാധാന്യം കാണിക്കുന്നു. ഈ വർഷം GST വരുമാനം 1,50,000 കോടി രൂപ മറികടന്ന് ഈ വർഷം ഏപ്രിൽ മാസം 1,68,000 കോടി രൂപയുടെ എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ നേടി. ആദ്യ 9 മാസങ്ങളിലും GST കളക്ഷൻ 1,00,000 കോടി രൂപ കവിഞ്ഞു. മുതലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ബാങ്കിംഗ് മേഖലയിൽ GST പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതും സമ്പദ് വ്യവസ്ഥയുടെ ഡിജിറ്റലൈസേഷനും രാജ്യത്തിൻ്റെ വികസനത്തിന് വലിയ മാറ്റമുണ്ടാക്കുന്ന പരിവർത്തന നടപടികളാണെന്ന് മുതിർന്ന സാമ്പത്തിക വിശകലന വിദഗ്ധൻ AK ഭട്ടാചാര്യ പറഞ്ഞു. പാപ്പരത്വവും ബാങ്കിൻ്റെ പാപ്പരത്വ കോഡായ IBCയും നടപ്പിലാക്കുന്നത് വായ്പാ വിതരണം എളുപ്പമാക്കുകയും കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിലൂടെ കിട്ടാക്കടമായ NPA വായ്പകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്തു. NDA സർക്കാർ സമ്പദ് വ്യവസ്ഥയിലൂടെ ഡിജിറ്റലൈസേഷനിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇത്
പണമിടപാടുകൾ ഗണ്യമായി കുറയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയിൽ സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. സമ്പദ് വ്യവസ്ഥയും പരിഷ്കാരങ്ങളും വർദ്ധിച്ചു വരുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന സാമ്പത്തിക ഇടപാടുകളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വർധനവിന് കാരണമായി. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് 2022 ഏപ്രിലിൽ രാജ്യത്ത് 9,70,000 കോടി രൂപയിലധികം മൂല്യമുള്ള ഡിജിറ്റൽ ഇടപാടുകളാണ് UPIയിലൂടെ നടന്നത്. ഞാൻ അമിത് കുമാർ. എനിക്ക് ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഒരു മികച്ച സൗകര്യമാണ് UPI. ഞാനൊരു ചെറിയ സ്റ്റേഷനറി കട നടത്തുകയാണ്. അതിൽ ചെറിയ കറൻസിയുടെ മൂല്യങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു. മൊബൈൽ പേയ്മെൻ്റ് കാരണം എനിക്കിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ UPI വഴി എളുപ്പത്തിൽ പണം എടുക്കാനും എനിക്ക് എളുപ്പത്തിൽ എൻ്റെ ബിസിനസ് ചെയ്യാനും കഴിയും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആത്മനിർഭർ ഭാരത് സംരംഭം ആഭ്യന്തര കമ്പനികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചപ്പോൾ പ്രാദേശിക തലത്തിൽ ശബ്ദമുയർത്തുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സമീപനത്തിലൂടെ സമ്പദ് വ്യവസ്ഥയും ശക്തി പ്രാപിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പ്രൊഫസർ യാമിനി അഗർവാൾ പറഞ്ഞു, വോക്കൽ ഫോർ ലോക്കൽ എന്ന സ്കീം ഉൽപ്പാദനവും തൊഴിലും വർദ്ധിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വഴിയൊരുക്കി. പുതിയ ആശയങ്ങളെ അടിസ്ഥാനമാക്കി വളർന്നുവരുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മോദി സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒരു വലിയ സംരംഭം ഏറ്റെടുത്തു. ഇന്ന് 70,000-ലധികം ബിൽഡിംഗ് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിൽ നിന്ന് സർക്കാരിൻ്റെ ഈ നടപടിയുടെ വിജയം വിലയിരുത്താൻ സാധിക്കും. $1 ബില്യൺ കൂടുതൽ മൊത്തം ആസ്തിയുള്ള 100-ലധികം യൂണിക്കോൺ കമ്പനികൾ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ ഗവൺമെന്റിന്റെ ശ്രമഫലമായി ഉയർന്നു വന്നത് രാജ്യത്തിന്റെ നേട്ടമാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പുനീത് ജെയിൻ. ജനസംഖ്യയിലെ താഴ്ന്നതും പിന്നോക്കം നിൽക്കുന്നതുമായ തലത്തിലേക്ക് സംരംഭത്തിന്റെ അവസരം പ്രാപ്തമാക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇത് പട്ടികജാതി പട്ടികവർഗ വനിതാ സംരംഭകർക്ക് ധാരാളം അവസരങ്ങൾ നൽകുന്നു. കഴിഞ്ഞ 8 വർഷമായി വൻകിട വ്യവസായങ്ങൾക്കും ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾക്കും സർക്കാർ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. MSME മേഖലയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമിന് കീഴിലുള്ള നിബന്ധനകൾക്ക് ശേഷം അവർക്ക് വായ്പകളും ലഭ്യമാക്കി. ഞാൻ വിപിൻ വോഹ്ര. എമർജിംഗ് ക്രെഡിറ്റ് ലൈൻസ് ഗ്യാരണ്ടി പദ്ധതി MSME മേഖലയ്ക്ക് വളരെ പ്രോത്സാഹജനകമാണ്. പ്രശ്നത്തിലായ വ്യവസായികൾക്ക് ഈ പദ്ധതിയിലൂടെ സഹായം ലഭിച്ചിട്ടുണ്ട്. GST നടപ്പാക്കലും നികുതികളുടെ മുഖം നോക്കാതെയുള്ള പ്രവർത്തനവും നമ്മെ സഹായിക്കുന്നതും ഭാവിയിൽ കൂടുതൽ പ്രയോജനകരവുമായ നടപടികൾ ആണ്. ഏറ്റവും കുറഞ്ഞ സദ്ഭരണവും പരമാവധി സദ്ഭരണവും എന്ന സമീപനത്തിന് കീഴിൽ സർക്കാർ പൊതു കമ്പനികളെ പരിഷ്കരിക്കുകയും നിക്ഷേപം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021-22 NDA ഗവൺമെൻറ് 13,500 കോടിയിലധികം രൂപ ഈ നിക്ഷേപത്തിൽ നിന്നും വിൽപ്പനയ്ക്കുള്ള ഓഫറിൽ നിന്നുമായി സമ്പാദിച്ചു. 2022-23 LICയുടെ IPOയിലും മറ്റ് കമ്പനികളിലെ വിൽപ്പനയ്ക്കുള്ള ഓഫറുകളിൽ നിന്നുമായി മൊത്തം 24,000 കോടിയിലധികം രൂപ ലഭിച്ചു. ദാവോസിൽ വെച്ച് നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഇന്ത്യ ഉൽപ്പാദനത്തെയും ലോക വിതരണ ശൃംഖലയെയും എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്ന്, വരാനിരിക്കുന്ന കാലത്തിനായി എങ്ങനെ സ്വയം തയ്യാറെടുക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവതരിപ്പിച്ചു. हर स्टेक होल्डर को
एक ही प्लेटफॉर्म पर लाने के लिए भारत ने गति शक्ति नेशनल मास्टर प्लान भी शुरू किया है। आत्मनिर्भरता के रास्ते पर चलते हुए भारत का फोकस सिर्फ प्रोसेस को आसान करने पर ही नहीं है, बल्कि इन्वेस्टमेंट और प्रोडक्शन को इंसेंटिवाइज करने पर भी है। इसी अप्रोच के साथ आज 14 सेक्टर्स में $26 बिलियन की प्रोडक्शन लिंक इंसेंटिव स्कीम्स लागू की गई। फैब, चिप एंड डिस्प्ले इंडस्ट्री के निर्माण के लिए $10 बिलियन का इंसेंटिव प्लान इस बात का प्रमाण है कि ग्लोबल सप्लाई चेन को स्मूथ बनाने के लिए हम कितने प्रतिबद्ध हैं। മോദി സർക്കാരിൻ്റെ ഈ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ കയറ്റുമതിക്ക് വലിയ ഉത്തേജനം നൽകി. 2021-22 ചരക്കു വ്യാപാരം 43% വർദ്ധിച്ച് $420 ബില്യൺ സേവന മേഖലയിലെ കയറ്റുമതി 19% വർദ്ധിച്ച് $254 ബില്യൺ അധികമായി ഉയർന്നു. രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കൊപ്പം ഇന്ത്യയോടുള്ള ലോക സമൂഹത്തിൻ്റെ വീക്ഷണം ക്രിയാത്മകമായി മാറി. 2013-14 നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ തോത് $36 ബില്യൺ ആയിരുന്നെങ്കിൽ 2021-22 അത് $83 ബില്യൺ വർദ്ധിച്ചു. 2006-2007 മുതൽ 2013-14 വരെയുള്ള കാലയളവിലെ മൊത്തം FDI പരിശോധിച്ചാൽ അത് $289 ബില്യൺ ആയിരുന്നു. ഇത് 2014-15 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ $524 ബില്യൺ വർദ്ധിച്ചു. ഇന്ന് രാജ്യത്തെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലമായാണ് സ്വദേശത്തും വിദേശത്തുമുള്ള സംരംഭകർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാകുന്നത്. ഈ ദിശയിലുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ശ്രദ്ധ കാരണം ഇന്ത്യ ഇന്ന് എളുപ്പത്തിൽ ബിസിനസ് ചെയ്യുവാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ റാങ്കിങ്ങിൽ 144 റാങ്കിൽ നിന്നും 63 സ്ഥാനത്തേക്ക് ഉയർന്നു. രാജ്യത്തെ വ്യാപാരം സുഗമമാക്കുന്നതിന് തടസ്സമാകുന്ന നിയമങ്ങൾ റദ്ദാക്കുകയും ഭേദഗതി ചെയ്യുന്നതിനുമൊപ്പം പ്രസക്തി നഷ്ടപ്പെട്ട പല പഴയ തൊഴിൽ നിയമങ്ങളും ഭേദഗതി ചെയ്ത് അവയിൽ വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. കൂടാതെ പല ലേബർ കോഡുകളും കേവലം 4 ലേബർ കോഡുകളായി മാത്രം പരിമിതപ്പെടുത്തി. जहां सालों तक श्रमिकों को, उद्योगों को सैकड़ों कानूनों के जाल में उलझाए रखा गया, वहीं आज दर्जनों श्रम कानून 4 लेबर कोड्स में समा चुके। जहां कभी कृषि को सिर्फ गुजारे का माध्यम माना जाता था, वहीं अब कृषि में ऐतिहासिक रिफॉर्म्स के जरिए भारतीय किसानों के देश विदेश के मार्केट से सीधे जोड़ने का प्रयास हो रहा है. സർക്കാരിൻ്റെ വാങ്ങൽ, സർക്കാരിൻ്റെ മാർക്കറ്റ് പ്ലേസ് എന്നിവയിലെ സുതാര്യതയ്ക്കായി ലോകത്തിലെ സർക്കാർ സംഭരണത്തിനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ GEM ആരംഭിച്ചു. ജെം പോർട്ടൽ രാജ്യത്തെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള അവസരം നൽകി. ഇതിലൂടെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് എളുപ്പമുള്ളതാക്കി. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളും ബിസിനസ് എളുപ്പമാക്കാനുള്ള ശ്രമങ്ങളും കാരണം സാധാരണക്കാരൻ്റെ കഴിവ് വർദ്ധിക്കുകയും അതിലൂടെ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും വികസനത്തിലും ഉറപ്പാക്കാനും കഴിഞ്ഞു. ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിച്ചു. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം. അങ്ങനെ തുടങ്ങിയ യാത്ര ഇപ്പോൾ ഇന്ത്യയെ ഉന്നതിയിലെത്തിക്കാനായി എല്ലാവരുടെയും വിശ്വാസവും എല്ലാവരുടെയും പരിശ്രമവും എന്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന് സകാരാത്മകമായ ഈ മാറ്റങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞു. संभव को संभव कर डाला है, जब में उगे सूरज का देखो पश्चिम में भी उजाला है, रात गई अब दिन आएगा भी तो ये बस भोर है. സമ്പദ് വ്യവസ്ഥയും പരിഷ്കാരങ്ങളും പ്രത്യേക പരിപാടി സമാപിക്കുന്നു. സദ്ഭരണത്തിന്റെ 8 സംവത്സരങ്ങൾ. സേവനം, സദ്ഭരണം, പാവപ്പെട്ടവരുടെ ക്ഷേമം.